നിതിൻ, നാടിനെ നടുക്കിയ ഒരു സ്ഫോടനത്തിൽ ഒരു മരണം സംഭവിച്ചെന്നുള്ള പ്രാഥമികമായ വിവരം പുറത്തു വരുന്നുണ്ട്. ആരാണ് മരിച്ചതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ടോ? ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ്? ലിബീഷ്, ഈ അതിദാരുണമായ സംഭവത്തിൽ ഒരു മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശി പ്രദേശവാസിയായ വിഷ്ണുവാണ് മരിച്ചത്. നിലവിൽ 16 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരിക്കേറ്റവരെ തൃപ്പൂണിത്തുറ ദേവി ആശുപത്രി, അതായത് തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയാണ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി, കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം, ഈ പടക്കശാല അനുമതിയില്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ജില്ലാ കളക്ടർ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഫയർഫോഴ്സിനോടും അനുമതി ചോദിച്ച യാതൊരു അപേക്ഷയും നൽകിയിട്ടില്ലെന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. ഈ അതിദാരുണമായ സംഭവം അനധികൃതമായി പടക്കസംഭരണം നടത്തിയതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കനത്ത സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. 25ഓളം വീടുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റിയിരിക്കുന്നു. 1/2 കിലോമീറ്ററോളം ദൂരം ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായതായി നാട്ടുകാർ തന്നെ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം. തൃപ്പൂണിത്തുറ പരിസര പ്രദേശം പൂർണ്ണമായും നടുങ്ങിയിരിക്കുന്ന സംഭവം. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഖേദകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. 16 പേർ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി, തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിക്കേറ്റവർ ചികിത്സയിലുള്ളത്. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടിരിക്കുന്നു. എന്തായാലും ഏറ്റവും ദാരുണമായ സംഭവം, തൃപ്പൂണിത്തുറ നടുങ്ങിയ ഒരു സംഭവം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലിബീഷ്, നിതിൻ, യാതൊരു അനുമതിയുമില്ലാതെയാണ് ഈ പടക്കശാല പ്രവർത്തിച്ചതെന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ നിതിൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഈ ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന ഈ സാമഗ്രികൾ ഒരു ജനവാസ മേഖലയിൽ ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ അനധികൃതമായി യാതൊരു അനുമതിയുമില്ലാതെ സൂക്ഷിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായവർക്കെതിരെ തീർച്ചയായും നടപടി ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ഏത് രീതിയിലാണ് ആ പ്രദേശത്തെ പരിശോധനകൾ പുരോഗമിക്കുന്നത്? കളക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അനുമതിയില്ലാതെയാണ് ഈ പടക്ക നിർമ്മാണശാല അല്ലെങ്കിൽ പടക്കശാല പ്രവർത്തിച്ചത് എന്ന് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നു. സാധാരണയായി ഇത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള പടക്കം സംഭരിച്ചു വെക്കുമ്പോൾ പ്രദേശത്തെ ഫയർഫോഴ്സിന്റെ അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. ഫയർഫോഴ്സിൽ നിന്നും അത്തരത്തിൽ യാതൊരുവിധ അനുമതിയും വാങ്ങിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണ്. സമാനമായ അപകടങ്ങൾ നേരത്തെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് ഉണ്ടായപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ വളരെ കർശനമാക്കിയിരുന്നു. ഒരു വർഷം മുമ്പാണ് എറണാകുളത്ത് വരാപ്പുഴയിലും ഇത്തരത്തിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. അവിടെയും പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് മരണം സംഭവിക്കുന്നു. 1 കിലോമീറ്റർ ദൂരമായിരുന്നു അന്ന് ആ പടക്ക നിർമ്മാണ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായത്. സമാനമായ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ 50-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നാട്ടുകാരും പറയുന്നത് ഇതന്നെയാണ്. ഇത്രയും വലിയ ഭയാനകമായ ഒരു സ്ഫോടനമാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്. 50-ലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 1/2 കിലോമീറ്റർ ദൂരമുള്ള വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഖേദകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 16 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇത് അന്തിമ കണക്കല്ല, പ്രാഥമിക കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലാണ് 16 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ പരിക്ക് ഗുരുതരമായിരിക്കുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് ഇതിനകം എത്തിയിട്ടുണ്ട്. ലിബീഷ്, നിതിൻ, ആ പ്രദേശത്തെ വീടുകളുടെ നാശനഷ്ടത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വീടുകളിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ പ്രദേശത്ത് ഇപ്പോഴുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ആളുകൾ എങ്ങനെയാണ് ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അതിന്റെ അതിഭീകരമായ ചിത്രം നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. പല വീടുകളുടെയും മേൽക്കൂര തകർന്നിരിക്കുന്നു. പല വീടുകളും ഭാഗികമായി തകർന്നിരിക്കുന്നു. വാഹനങ്ങൾ തകർന്നിരിക്കുന്നു. ടെമ്പോ ട്രാവലർ പൂർണ്ണമായും തകർന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നാട്ടുകാരെല്ലാം തന്നെ വളരെ ഭീതിയിലാണുള്ളത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും ഭയം ഇപ്പോഴും പോയിട്ടില്ല. പല സ്ത്രീകളും പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യം. കാരണം അവർ വീടിനകത്ത് ഇരിക്കുമ്പോഴാണ് ഉഗ്ര
ശബ്ദത്തോടെയുള്ള ഈ സ്ഫോടനം കേൾക്കുന്നത്. ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഇത് സ്ഫോടനമാണെന്ന് മനസ്സിലാകുന്നത്. ലിബീഷ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. പലരും പകൽ സമയമായതിനാൽ വീടുകളിൽ നിന്ന് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പുറത്തു പോയത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ വലിയ ദുരന്തം ആളപായം ഒഴിവായെന്ന് ആശ്വസിക്കുമ്പോഴും പല വീടുകളുടെയും 50-ലേറെ വീടുകളാണ് ഇത്തരത്തിൽ ഇപ്പോൾ കേടുപാടുകൾ സംഭവിച്ചത്. പല വീടുകളുടെയും മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചുമരുകൾക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഭാഗികമായി തകർന്ന വീടുകളുണ്ട്. ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം. അതിൽ തന്നെ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. വാഹനങ്ങൾ ടെമ്പോ ട്രാവലറും കാറും കത്തി നശിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു തൃപ്പൂണിത്തുറ ആകെ ഒരു വലിയ പ്രദേശമാകെ നടുങ്ങിയ സ്ഫോടനം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടറും RDO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ഇതിന്റെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇവിടുത്തെ സ്ഥിതി പൂർണ്ണമായും ഒരു ശാന്തമായ അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ പരിക്കേറ്റവരെ മുഴുവൻ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലാണ് 4 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്ന സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. 16 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അതിൽ തന്നെ ഒരാൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. വിഷ്ണു എന്ന യുവാവാണ് മരണത്തിന് കീഴടങ്ങിയത്. 4 പേർ ഇപ്പോഴും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി, തൃപ്പൂണിത്തുറയിലുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലാണ് നിലവിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലിബീഷ്.